This news is brought to you by Sri Shankaracharya Computer Center, Merchant Square, near bus stand, Cherubura. രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട രാജേഷിന്റെ കുടുംബത്തിനായുള്ള ധനസഹായ നിധി സമാഹരണം അവസാന ഘട്ടത്തിലെത്തി. ഇതുവരെ 5,72,220 രൂപ സമാഹരിച്ചതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ പ്രത്യേക പുനരധിവാസ പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നേരിട്ട് നിവേദനം നൽകിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, ജില്ലാ കളക്ടർ എന്നിവർക്ക് അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്തബാധിതർക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കളക്ടർ സംസ്ഥാന സർക്കാരിന് ശുപാർശ കൈമാറി. പ്രളയബാധിത പ്രദേശങ്ങളിൽ പഞ്ചായത്ത് അംഗങ്ങൾ നേരിട്ടെത്തി നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഓണത്തിന് ശേഷം പഞ്ചായത്ത് പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രവീൺ കെ ഡി, ലീന വില്യം, പഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് ആന്റണി, ടി.പി. ചന്ദ്രൻ, ജോളി സണ്ണി, ബിജുമോൾ, ഷൈമ തുടങ്ങിയവർ പങ്കെടുത്തു. 1-ാം തീയതി നമ്മുടെ പഞ്ചായത്തിലുണ്ടായ പ്രളയ ദുരന്തത്തെ തുടർന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ രാജേഷിൻ്റെ കുടുംബത്തിന് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച രാജേഷ് കുടുംബസഹായ നിധി അതിൻ്റെ അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ച സന്നദ്ധ പ്രവർത്തകർ, വ്യക്തികൾ, സംഘടനകൾ, നാട്ടുകാർ എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ അറിയിക്കുകയാണ്. ഈ ഉദ്യമത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളോടും അവരുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായ പ്രകാരവും അതോടൊപ്പം തന്നെ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. 5 ലക്ഷം രൂപ സമാഹരിക്കുക എന്ന ഒരു ടാർഗറ്റായിരുന്നു ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. എങ്കിലും 10-ാം തീയതി തുടങ്ങി 20-ാം തീയതി വരെയുള്ള ആ ദിവസങ്ങളിൽ 5,72,220 രൂപ സമാഹരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഈ അവസരത്തിൽ നമ്മൾ ആ കുടുംബത്തോട് കാണിക്കുന്ന നമ്മുടെ സഹായത്തിൻ്റെ വലിപ്പത്തിലല്ല, ഞങ്ങളെ സഹായിച്ച എല്ലാവരും ആ കുടുംബത്തിനെ താങ്ങി നിർത്തുക, അല്ലെങ്കിൽ അവരെ ഒരു ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവരെ ഒന്ന് കരുതലോടെ കൂടെ നിർത്തുക എന്നുള്ളൊരു ദൗത്യവുമായിട്ടാണ് ഞങ്ങളോട് എല്ലാവരും സഹകരിച്ചത്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒന്ന് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ രാജേഷിൻ്റെ കുടുംബസഹായ നിധിയിലോട്ട് നമ്മൾ ഇത്തരമൊരു സഹായനിധി രൂപീകരിച്ചപ്പോൾ ചില കോണുകളിൽ നിന്നെങ്കിലും അതിനൊരു അസ്വാരസ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ നാട്ടിലെ ജനങ്ങളും മാധ്യമപ്രവർത്തകരും സന്നദ്ധ സംഘടനകളൊക്കെ ഇരു കൈ നീട്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ മുമ്പോട്ട് വന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ നന്ദിയും ഹൃദയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അറിയിക്കുകയാണ്. പഞ്ചായത്ത് ഭരണസമിതി ജീവനക്കാരും കുടുംബശ്രീ എല്ലാം കൂടി ഇപ്രാവശ്യം വളരെ ഗംഭീരമായിട്ട് ഓണാഘോഷം മാധ്യമ സുഹൃത്തുക്കളെല്ലാം വിളിച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ പ്രളയത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ അത്ര ഓണാഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് ആ ഒരു തുകയും കൂടെ ഞങ്ങൾ ഇതിനകത്തോട്ട് ഭരണസമിതി അംഗങ്ങളും മെമ്പർമാരും എല്ലാം കൂടെ ഇതിനകത്ത് സംഭാവന ചെയ്തുകൊണ്ട് ഒരു ഗ്ലാസ് ഓണം പായസത്തിൽ മാത്രം ഒതുക്കിയിട്ടുണ്ട്. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. പൈപ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.